ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചോദ്യപേപ്പർ തലേദിവസം PSC സൈറ്റിൽ എന്ന് പറയുന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണെന്നാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മൾ അറിയിക്കുന്നത്. നമുക്ക് നോക്കാം. PSC ചോദ്യപേപ്പർ തലേദിവസം PSC വെബ്സൈറ്റിൽ എന്ന തലക്കെട്ടോടുകൂടി കേരള കൗമുദി പത്രത്തിൽ വന്ന വാർത്ത വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. പരീക്ഷാ നടപടികൾ പൂർത്തീകരിച്ച ശേഷം ചോദ്യപേപ്പറും താൽക്കാലിക ഉത്തരസൂചികയും ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഒക്ടോബർ 5 ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെ നടന്ന വയനാട്, എറണാകുളം ജില്ലകളിലേക്കുള്ള ക്ലാർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പറും താൽക്കാലിക ഉത്തരസൂചികയും പരീക്ഷാ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ഗൂഗിൾ സെർച്ചിൽ ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച സമയം തെറ്റായി കാണപ്പെട്ടത് സംബന്ധിച്ച് കമ്മീഷൻ്റെ സാങ്കേതിക വിഭാഗം പരിശോധിച്ചു. ഗൂഗിളിൻ്റെ സെർച്ചിൽ കാണുന്ന ടൈം സ്റ്റാമ്പിൽ കൃത്യതയില്ലാതെ വരുമെന്നും പ്രസിദ്ധീകരിച്ച തീയതിയിൽ അക്കാരണത്താൽ മാറ്റം സംഭവിക്കാമെന്നും ഗൂഗിൾ മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാരണത്താലാണ് ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച യഥാർത്ഥ സമയത്തിൽ മാറ്റം സംഭവിച്ചത്. ഈ വിഷയം ഗൂഗിളിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ടൈം സ്റ്റാമ്പിൽ ഇത്തരത്തിൽ കൃത്യതയില്ലാതെ വരാമെന്ന കാര്യം ആർക്കും ലഭ്യമാണെന്നിരിക്കെ അത്തരം പരിശോധന പോലും നടത്താതെയും വസ്തുതകൾ അന്വേഷിക്കാതെയും ചോദ്യപേപ്പർ തലേനാൾ PSC സൈറ്റിൽ എന്ന സ്തോഭജനകമായ വാർത്ത നൽകിയത് അതീവ ഗൗരവമായാണ് കമ്മീഷൻ കാണുന്നത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം കമ്മീഷൻ പരിശോധിക്കുന്നതാണ് എന്നാണ് PSC അറിയിക്കുന്നത്. അപ്പോൾ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള വാർത്ത വസ്തുതാവിരുദ്ധമാണ് എന്നാണ് PSC നമ്മളോട് പറയുന്നത്.